നമസ്കാരം. മേനോൻ മുഖ്യമന്ത്രി പ്രധാന സേവകനുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ്. ഡീലൊന്നും അല്ലല്ലോ അല്ലേ? അങ്ങനെ പറയുകയും ചെയ്യരുത്. കാര്യം മേനോൻ മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം വീടിന്റെ വാതിൽ തന്നെ മലർക്കെ തുറന്നിട്ടിരുന്നു. ഇത്രയും കാലം ചില സന്ദർഭങ്ങളിൽ അനുമതി പോലും കൊടുക്കാത്ത മുഖ്യ സേവകൻ പൊടുന്നനെ വിശാലമായിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, ചായ കൊടുക്കുന്നു, അതിനുശേഷം അവിടെ വെച്ച് ചില ഡീലുകൾ ഉറപ്പിക്കുന്നു. ഇനി കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? മേനോൻ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടി അദ്ദേഹത്തോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് ഇ.ഡിക്കാരെ അയച്ചു. എന്നിട്ട് പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെല്ലാം ഒരു റെയ്ഡ് അങ്ങ് വയ്ക്കൂ. നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് വാർത്താ മാധ്യമങ്ങൾ എന്ന് പറയുന്ന അതിനകത്ത് തിരികെ കയറ്റിയിരിക്കുന്ന സംഘികളാണല്ലോ. കേരളത്തിലെ മൗദൂദികളും സുഡാപ്പികളും കോൺഗ്രസ്സുകാരും ഇടതുവിരുദ്ധരെല്ലാം വലിയ ആവേശഭരിതരായി ഇന്നിപ്പോ ആഘോഷിക്കുന്ന വാർത്തയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡും. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും കാലം ഡീലായിരുന്നു. ആരൊക്കെ തമ്മിൽ? പിണറായിയും മോദിയും തമ്മിൽ വലിയ ഡീലായിരുന്നു. ആ ഡീലിന്റെയും ആ ഊഷ്മള ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്താകമാനമുള്ള പല മുഖ്യമന്ത്രിമാരെയും തൊടാതിരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ തൊട്ടത്. ഇപ്പോൾ ഡീൽ അവസാനിച്ചു പൊടുന്നനെ. അതായത് ഇന്നലെ വരെ നമ്മൾ അടുത്ത ബന്ധക്കാരായിരുന്നു, അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അധികാരം പോയതോടുകൂടി ആ സൗഹൃദം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് തലയ്ക്കകത്ത് ആള് താമസമുണ്ടെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. രാജ്യത്താകമാനം, അതായത് ഇവിടുത്തെ മൗദൂദികളും സുഡാപ്പികളൊക്കെ ഒന്ന് തയ്യാറായിരുന്നോളൂ. അവർക്ക് എതിർ ശബ്ദമായിട്ടുള്ളവർ അവർ ഇനി ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയോടുകൂടിയുള്ള നീക്കം, അത് മേനോൻ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഇനി ഇവിടെ സവർണ സർക്കാരുകൾക്ക് ബദൽ ശബ്ദമായിട്ട് പിന്നോക്കക്കാരനോ തൊഴിലാളികളോ ദ്രാവിഡ സർക്കാരുകളോ ഉയർന്നു വരാൻ പാടില്ല. അതിന് നമ്മൾ വളരെ കരുതലോടെയും ജാഗ്രതയോടെയും നീങ്ങണം. ആ ഡീലാണ് നടപ്പാക്കാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങ് ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിനെ ഇല്ലാതാക്കിയത് ആരാണെന്ന് അറിയാലോ. ആ കേസ് CBI തന്നെ കോഷ് ചെയ്ത് കളഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടിട്ട് ഒരു വലിയ കേസായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കും. കാര്യം ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, ഏത് ഉച്ചിഷ്ടം കിട്ടണവനോടൊപ്പം കൂറു പുലർത്തുന്ന സ്വഭാവക്കാർ, ആ ഉച്ചിഷ്ടക്കാർ ആരാണോ അവർക്ക് നൽകുന്നത് അധികാരമുള്ളവരുടെ കൂടെ അധികാരം പേറി അവർക്ക് കാര്യമായിട്ട് വാരിക്കോരി കൊടുക്കുന്നവരോട് കൂറു പുലർത്തുന്ന ഒരു മൃഗത്തിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം കാട്ടുന്നവരിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? വലിയ പ്രചരണം അങ്ങ് കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പോൾ ഇ.ഡി. റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ വലിയ ഡീലായതുകൊണ്ടാണ് തൊടാതിരുന്നത്. ഡീലെല്ലാം ഇപ്പോൾ അവസാനിച്ചു, സൗഹൃദം തീർന്നു, ബന്ധം അവസാനിച്ചു. ഇനി അങ്ങോട്ടേക്ക് കയറാം. ഒന്ന് ആലോചിച്ച് നോക്കണേ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ വ്യാജങ്ങൾ നിർമ്മിച്ച് വിടുന്നത് എന്നുള്ള കാര്യം. അതിനെ മാധ്യമങ്ങളിലൂടെ വിശ്വസിക്കാവുന്ന തരത്തിൽ കഥകൾ മെനയാൻ വേണ്ടി സംഘപരിവാറുകാരെയും സുഡാപ്പികളെയെല്ലാം ഇവർ തന്നെ നോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവർ തന്നെ സെലക്ട് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്കൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഒരു 4 രോമം പറിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഇ.ഡിക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ തൊട്ടു മുന്നിലെ ഏത് കേസ് വേണോ എടുത്തോളൂ. അതായത് കരുവന്നൂർ കേസ്, നിങ്ങൾ കുറച്ചു പേരെ വേട്ടയാടാം, വാർത്ത സൃഷ്ടിക്കാം. കോടതികളിൽ കേസുകൾ നിലനിൽക്കാതെ തള്ളിപ്പോയെന്ന യാഥാർത്ഥ്യം മാധ്യമങ്ങൾ തന്നെ മുക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതരം യജമാന സ്നേഹമാണ്. കാര്യം അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചർച്ചയാകാതെ പോകണം. ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട്, എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തി പണം വാങ്ങിയതാണ്. മന്ത്രി കുഞ്ഞാലിക്കുട്ടി പണം വാങ്ങിയതാണ്. ഉമ്മൻചാണ്ടി പണം വാങ്ങിയവരാണ്. ചില ക്ഷേത്ര ട്രസ്റ്റുകൾ, മാധ്യമ സ്ഥാപന ഉടമകൾ, ഇവരുടെ ആരുടെ വീട്ടിൽ റെയ്ഡ് ഇല്ലാതെ നേരെ പിണറായി വിജയന്റെ വീട്ടിൽ മാത്രം റെയ്ഡ് വയ്ക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകതരം റെയ്ഡ് ഉണ്ടല്ലോ, ആ റെയ്ഡിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോ മാധ്യമ ഷോകൾക്ക് വേണ്ടി ചില റെയ്ഡ് തോന്നിവാസങ്ങളൊക്കെ കാണിച്ച് ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ അഴിമതിക്കാരനാണെന്ന് തോന്നിപ്പിക്കുക, ചാപ്പ കുത്തുകയാണ് ഇവർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഇ.ഡി അല്ല, ഇനി കേന്ദ്ര ഏത് അന്വേഷണ ഏജൻസികൾ വന്നാലും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ അയാളുടെ സ്വത്തിനെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയുടെ സ്വത്തിന്റെ ഡബിൾ ഇരട്ടി വർധനവ് അത്രയൊന്നും പിണറായി 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേ ഉണ്ടായിട്ടില്ല. 5 വർഷം മുന്നേ വെറും മണി ചെയിൻകാരനായിരുന്ന കേരളത്തിന്റെ ഇന്നത്തെ മേനോൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ സ്വത്തിന്റെ കണക്കെടുത്താൽ അതിനോളം പോലും പിണറായി വിജയന്റെ സ്വത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ പലപ്പോഴും കൃത്രിമ കഥകൾ ഉണ്ടാക്കി നിങ്ങൾ ആ വ്യക്തിയെ ഇകഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഒന്നും ഇതുവരെ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ആയിരിക്കെ ഒന്ന് ചിന്തിക്കുക, രാജ്യത്തൊരിടത്തും
മുഖ്യമന്ത്രിയായിരിക്കെ സ്വന്തം മകളുടെ കമ്പനി പൂട്ടിപ്പോയ ചരിത്രമുണ്ടാകില്ല. 2014 ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ബംഗളൂരിൽ ആരംഭിച്ച കമ്പനി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 4ാമത്തെ വർഷം പൂട്ടിപ്പോവുകയാണ്. അങ്ങനെ ഒരു ചരിത്രം നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കാട്ടാൻ പറ്റുമെങ്കിൽ അത് പിണറായിയുടെ മകളുടെ കാര്യത്തിൽ മാത്രമാണ്. അങ്ങനെ 2020 പൂട്ടിപ്പോയ കമ്പനിയുടെ കാര്യമാണ് 2026 എന്തോ സംഭവബഹുലമായ റെയ്ഡ് എന്ന നാടകം നടത്തുന്നത്. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി എത്രമാത്രം തലകുത്തി നിന്നാലും എത്രമാത്രം വാർത്താ ആഘോഷങ്ങൾ നടത്തിയാലും സത്യം അതിനൊരൊറ്റ ഫേസേ കാണുള്ളൂ. അത് പിണറായി വിജയന്റെ മുഖം പോലെ തന്നെ ഏറ്റവും പ്രസരിപ്പുള്ളതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഒറ്റ റെയ്ഡ് കൊണ്ടോ അല്ലെങ്കിൽ പിണറായിയെ വേട്ടയാടിയുകൊണ്ടോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങ് നശിച്ചു പോകുമെന്നാണ് സതീശ മേനോൻ കരുതുന്നതെങ്കിൽ അത് നമുക്ക് വഴിയെ കാണാവുന്ന കാഴ്ച തന്നെയാണ്.